ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കോട്ടയം ജില്ലയിലെ പുരാതനമായ ഒരു പള്ളിയിലേക്കാണ് നാം പോകുന്നത്. ആ യാത്രയാണിത്. ദേ നോക്കിക്കേ, ഈ റോഡിൽ കൂടി നേരെ ചെന്നിട്ട് റൈറ്റിലേക്ക് തിരിയുന്നതാണ് വാകത്താനം സെയിന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലാണ്. സെയിന്റ് ജോൺസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എന്ന് വിചാരിക്കും. എന്നാൽ വിശുദ്ധ യോഹന്നാനല്ല, അവിടെ യോഹന്നാൻ മംധാനയാണ്. സുറിയൻ, അതുപോലെ തന്നെ മലങ്കര, അവരെല്ലാം യോഹന്നാൻ മംധാന എന്നാ പറയുക. അതായത് സ്നാപക എന്നാണ് ആ സിറിയൻ പദത്തിന്റെ അർത്ഥം. ലത്തീൻകാര്, മറ്റുള്ള ചില സഭക്കാർ പറയുന്നത് സ്നാപ യോഹന്നാൻ, സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് എന്നാണ്. ഇവര് പറയുന്നത് യോഹന്നാൻ മംധാനയാണ്. ആ പള്ളിയിലേക്കാണ് നാം ചെല്ലുന്നത്. ദേ കയറ്റം കണ്ടില്ലേ? ഇനി നമ്മൾ റൈറ്റിലേക്ക് തിരിയുകയാണ്. റൈറ്റിലേക്ക് തിരിയുന്നത് ആ ദേവാലയത്തിന്റെ തിരുമുറ്റത്തേക്കാണ്. നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് ആ പള്ളിയുടെ ചരിത്രത്തിലേക്ക്, ആ പള്ളിയുടെ പുരാതനത്വത്തിലേക്ക്, ആ പള്ളിയുടെ അകത്തേക്ക്. കാണാം നമ്മൾക്കൊരുമിച്ച്. ഞങ്ങൾ ഇന്ന് ഒരു പുരാതനമായ ദേവാലയത്തിലേക്കാണ് നിങ്ങളേവരെയും കൊണ്ടുപോകുന്നത്. അല്ല, നാം ഒരുമിച്ച് പോകുന്നത്. കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ പത്താമുട്ടം എന്ന സ്ഥലത്തിന് തൊട്ട് കിഴക്ക് വശത്താണ് ഈ പള്ളി, വാകത്താനം വലിയ പള്ളി. 1847 ഈ ഇടവകയുണ്ടായത്. ഈ ഇടവകയെ പറ്റി പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് അതിന്റെ മാതൃദേവാലയമാണ്. ആ മാതൃദേവാലയത്തെ എല്ലാവരും അറിയും, പുതുപ്പള്ളിപ്പള്ളി, ഗീവർഗീസ് സഖാതയുടെ പള്ളി. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്ന പള്ളി. ഈ പള്ളിയുടെ സബ്സ്റ്റേഷനായിരുന്നു ഈ വാകത്താനം പള്ളി. അതിനുശേഷം അത് ഇടവകയായി മാറി. ഈ വാകത്താനം പള്ളിയും പുതുപ്പള്ളി പള്ളിയും തമ്മിൽ 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. 1847 ഇത് സ്വതന്ത്ര ഇടവകയായി മാറി. ആ പള്ളിയുടെ പേരാണ് സെയിന്റ് ജോൺ മംധാന ഓർത്തഡോക്സ് ചർച്ച്, അതായത് മാർ യോഹന്നാൻ മംധാന ഓർത്തഡോക്സ് ചർച്ച്. അതിന്റെ ചരിത്രങ്ങളിലേക്കും ചരിത്ര മ്യൂസിയത്തിലേക്കുമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിന്റെ പേര് വിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ സ്മൃതി മന്ദിരമാണ്. ആ മലങ്കര സഭയുടെ ചരിത്ര മ്യൂസിയമായി ആ പള്ളിയുടെ തൊട്ടടുത്തുള്ളത്. വാകത്താനം വലിയ പള്ളിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും മാതൃ ഇടവകയായ പുതുപ്പള്ളി വലിയ പള്ളിയുടെ ചരിത്രം കൂടി ചെറുതായെങ്കിലും അറിയണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതെ, കേരളത്തിലെ ക്രൈസ്തവ പൈതൃകത്തിൽ സുപ്രധാന സ്ഥാനമുള്ള ഒരു ദേവാലയമാണ് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലുള്ള വിശുദ്ധ ഗീവർഗീസ് സഖാതയുടെ നാമത്തിലുള്ള സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി വലിയ പള്ളി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലും മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിശ്വാസ വളർച്ചയിലും ഈ ദേവാലയത്തിന് വലിയ പങ്കുണ്ട്. സഭാ പാരമ്പര്യമനുസരിച്ച് ഈ ദേവാലയത്തിന്റെ സ്ഥാപനം ക്രിസ്തുവർഷം 1557 അന്നത്തെ വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമായി ആരംഭിച്ച ഈ ദേവാലയം പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ വളർന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഒന്നായി മാറി. ഈ 1557 എന്ന് പറയുമ്പോൾ കൊച്ചി രൂപത സ്ഥാപിതമായ വർഷമാണ്. അതിൻ്റെ ആ വർഷത്തിന്റെ കാലയളവ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാനാണ് കൊച്ചി രൂപതയുടെ കാര്യം പറഞ്ഞത്. ഈ ദേവാലയം വിശുദ്ധ ഗീവർഗീസ് സഖാതയുടെ നാമത്തിലാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനുമാണ് ഗീവർഗീസ് സഖാത. ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി ലോകമെമ്പാടും അദ്ദേഹം ആദരിക്കപ്പെടുകയാണ്.
കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലും ഗീവർഗീസ് സഹാദയോടുള്ള ഭക്തി വളരെ ആഴത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. ഒട്ടനവധി പള്ളികൾ ഗീവർഗീസിന്റെ പേരുണ്ട്. ഈ ഡോറും പള്ളിയുടെ പേരുമായി ബന്ധമുണ്ട്. പലയിടങ്ങളിലും ആ ഡോറും പള്ളിയുടെ പേരുമായി ബന്ധമില്ല. സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റിന്റെ ചിത്രമാണ് അതിലുള്ളത്. വാതില് 2 പാളികളായിട്ടാണ്, ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റ് ഭാഗത്ത് ക്രിസ്തുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് സ്നാപകയോഹന്നാൻ ജോർദാൻ നദിയിൽ വെച്ച് പരിശുദ്ധാത്മാവിനെയും ആലേഖനം ചെയ്തിരിക്കുന്നു. റൈറ്റ് സൈഡില് ക്രിസ്തു, വാതിലിൽ മുട്ടുന്ന ക്രിസ്തു. ഈ വാതിലെങ്കിൽ ശ്രദ്ധിച്ചു കാണൂ, ആ വാതിലിന് പിടിയില്ല. അകത്തു നിന്നുള്ളവർക്ക് മാത്രമേ അത് തുറക്കാനാവൂ. ഒത്തിരി അർത്ഥങ്ങളുള്ളതാണത്. വില്യം കോൾമാൻ ഹണ്ടിന്റെ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന ആ ചിത്രത്തിനോട് താതാമ്യം ഉള്ളത് തന്നെയാണ് നോക്കിംഗ് ദി ഡോറും. അതിനെപ്പറ്റിയും ഒത്തിരി പറയാനുണ്ട്. നമ്മളിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. റെവലേഷൻ, അതായത് യോഹന്നാന്റെ വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞ ആ വാക്കിൽ നിന്നാണ് ഈ ചിത്രം വന്നത്. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ പ്രവേശിക്കും. ഈ ചിത്രത്തിന്റെ പ്രതീകങ്ങൾ പറയുന്നത് യേശു വാതിൽ മുട്ടുന്നു, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തു ക്ഷണിക്കുകയാണ്. ബലമായി ആ മുറിയിലേക്ക് കടന്നു വരുന്നില്ല. അടഞ്ഞ വാതിൽ മനുഷ്യന്റെ ഹൃദയമോ ആത്മാവോ ആകാം. പുറത്തുനിന്ന് മുട്ടുന്ന യേശു മാനസാന്തരത്തിനും ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയ്ക്കുള്ള വിളിയാണ്. വാകത്താനം വലിയ പള്ളിയുടെ ചരിത്രങ്ങളിലൂടെ, ചരിത്ര ഏടുകളിലൂടെ, ചരിത്ര താളുകളിലൂടെ വെറുതെ ഒന്ന് പോകാം. ഒരു ടൈം ലൈൻ എന്ന രീതിയിൽ വർഷാവർഷങ്ങളെ വെച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെ വാകത്താനത്ത് സ്ഥിതി ചെയ്യുന്ന മാർ യോഹന്നാൻ മന്ദാന, അതായത് വിശുദ്ധ സ്നാപകയോഹന്നാൻ. മാർ എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദമാക്കുന്നില്ല. വിശുദ്ധ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അനേകം പുതിയ ഇടവകകളുടെ മാതൃ ഇടവക കൂടിയായിരുന്നു പുതുപ്പള്ളിപ്പള്ളി. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാകത്താനം സെയിന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി വലിയ പള്ളി. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വാകത്താനം പ്രദേശത്തെ ഓർത്തഡോക്സ് വിശ്വാസികൾ പുതുപ്പള്ളി വലിയ പള്ളിയുടെ ആത്മീയ പരിപാലനത്തിലായിരുന്നു. യാത്രാ സൗകര്യങ്ങളുടെ അഭാവവും വിശ്വാസികളുടെ വർധനവും കാരണം 1847-ൽ വാകത്താനത്ത് പുതിയ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. ഈ ദേവാലയം മാർ യോഹന്നാൻ മന്ദാനയുടെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടു. പള്ളിയും ഈ വാകത്താനം പള്ളിയും തമ്മിൽ 8 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ അന്ന് ഇതുപോലെ റോഡില്ല. പാടങ്ങളും കുഴികളും മലകളും കയറി ഇറങ്ങിയാൽ അവര് അത്രയധികം ദുരിതം അനുഭവിച്ചാണ് അവര് കുർബാനയ്ക്ക് പോയിരുന്നത്. ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങോട്ടേക്ക് മാറിയത്. ഇങ്ങനെ പുതുപ്പള്ളി വലിയ പള്ളിയിൽ നിന്ന് വാകത്താനം ഉൾപ്പെടെ നിരവധി ഇടവകൾ രൂപം കൊണ്ടു. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി വലിയ പള്ളി ഒരു ദേവാലയം മാത്രമല്ല, അനേകം സഭാ സമൂഹങ്ങൾക്ക് ആത്മീയ മാതാവായും ആ പള്ളി അറിയപ്പെടുകയാണ്. പുതുപ്പള്ളി വലിയ പള്ളിയുടെ ശില്പകലയും ആരാധന പാരമ്പര്യവും സുറിയാനി സഭയുടെ പൈതൃകത്തെ ഇന്നും സംരക്ഷിച്ചു വരികയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ചരിത്ര പ്രസിദ്ധമായ ഇടവകളിലൊന്നാണ്. എങ്ങനെയാണ് മലങ്കര എന്ന പേര് വന്നത്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആക്കി തരാം, അതല്പം കൂടുതലുള്ളത് കൊണ്ട്. ഇത് തോമസ് ശ്ലീഹ സ്ഥാപിച്ച ഭാരതത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് ഈ ഇടവക വളർന്നു വന്നത്. നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം. കോട്ടയം ജില്ലയിലെ ഈ പള്ളി സുറിയാനി
മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. വിധസ്നാപയോഹന്നാനാണ് മധ്യസ്ഥൻ. ഈ ദേവാലയം നൂറ്റാണ്ടുകളായി വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമാണ്. കേരളത്തിൽ വിശുദ്ധ തോമസ് ലീഗ സ്ഥാപിച്ച സഭയുടെ പാരമ്പര്യം പിന്തുടരുന്ന ഈ ഇടവക, അതായത് AD 52 തോമസ് ലീഗ കേരളത്തിൽ വന്നത്. ഈ മലങ്കര സഭയുടെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ച പാരമ്പര്യമാണ് ഈ സഭയ്ക്കുള്ളത്. 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷവും മലങ്കര സഭ നേരിട്ട വിവിധ പ്രതിസന്ധികളും വാകത്താനം പള്ളി സഭയോടൊപ്പം ഉറച്ചു നിന്നു. 1599 ഉദയം പേരൂർ സുനകദോസിൽ തുടങ്ങി സ്പ്ലിറ്റ്. അതിനു മുമ്പ് AD 1094 മറ്റൊരു സ്പ്ലിറ്റ് റോമിലും തുടങ്ങി. അതിനുശേഷം ഉള്ളതാണ് കിഴക്കും പടിഞ്ഞാറും സഭകളൊക്കെ ആയത്. അതിനെപ്പറ്റി ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതിലേക്ക് വരികയാണ്. 1599 ഉദയം പേരൂർ സുനകദോസാണ് സത്യത്തിൽ കേരള സഭയെ വെട്ടിമുറിച്ചു തുടങ്ങിയത്. കൂനൻ കുരിശ് സത്യത്തിൽ അത് ഉറപ്പിച്ചു. കുരിശ് സത്യത്തെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഇപ്പോൾ വാകത്താനം പള്ളി. വാകത്താനം വലിയ പള്ളിക്ക് പരിശുദ്ധ പരിമല തിരുമേനി, പരിമല തിരുമേനിയുടെ പേര് ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് എന്നാണ്. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമാണ്. തിരുമേനി പലതവണ ഈ ദേവാലയം സന്ദർശിക്കുകയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ആത്മീയ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തതായി ചരിത്രരേഖകൾ പറയുന്നു. ഞങ്ങളും കണ്ടു. അവിടെ ഞങ്ങൾ പോയപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ളതുണ്ട്. അദ്ദേഹത്തിന്റെ കൽപ്പനകളും ഓർമ്മകളും ഇന്നവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളി വരുമ്പോൾ അതിനുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. ആ പ്രശ്നങ്ങളെ പറ്റി ഞാൻ പറയാം. ഓരോ പുതിയ ഇടവക ഉണ്ടാകുമ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടാവാം, സന്തോഷങ്ങളുണ്ടാവാം. അതുപോലുള്ള ചില പ്രശ്നങ്ങളാണ് അവിടെയും ഉണ്ടായിരുന്നത്. 1847 വരെ പുതുപ്പള്ളി ഇടവകയുടെ ഭാഗമായിരുന്നുവെന്നും പിന്നീട് സ്വതന്ത്ര ഇടവകയായെന്നുമാണ് നാം അറിയുന്നതും പറയുന്നതും. വാകത്താൻ പ്രദേശത്തെ കുടുംബങ്ങൾ പുതുപ്പള്ളി വലിയ പള്ളിയുടെ കീഴിലായിരുന്നല്ലോ. ആ പള്ളിയിൽ നിന്നും, അതായത് ഒത്തിരി പാരമ്പര്യമുള്ള അല്ലെങ്കിൽ 1557 ഇടവകയായ ആ പുതുപ്പള്ളി പള്ളിയിൽ നിന്നും വിട്ടുപോരാൻ, അല്ലെങ്കിൽ മറ്റൊരു പള്ളിയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവും. തറവാടിന് വിട്ടുപോകുന്ന ആ ഒരു തലം, ആ ഒരു വിഷമമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരേ അഭിപ്രായത്തിലായിരുന്നില്ല പോകുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളി പള്ളി തന്നെ ആയാൽ മതി എന്ന നിലപാടിലായിരുന്നു. മറ്റു ചിലർ പറയുന്നത് ദൂരം കൂടുതലാണ്. സ്ഥാനത്ത് തന്നെ, കാര്യം പുതുപ്പള്ളി പള്ളി എന്ന് പറയുന്നത് ഒത്തിരി ദൂരെയാണ്, ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷെ വളരെ അടുത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് വാകത്താനത്ത് തന്നെ പള്ളി വേണമെന്ന് കുറെ പേര് നിലപാട് സ്വീകരിച്ചു. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പുതിയ ഇടവക രൂപീകരിക്കുമ്പോൾ ഏത് കുടുംബങ്ങൾ പുതിയ ഇടവകയിൽ ചേരണം, അതുപോലെ തന്നെ നേർച്ചകളും മറ്റു വരുമാനങ്ങളും എങ്ങനെയാണ് ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആ പള്ളിയിൽ, പുതുപ്പള്ളി പള്ളിയിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഭാഗം ഇങ്ങോട്ട് കിട്ടുമോ, അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടത് ലഭിക്കുമോ, അതല്ലെങ്കിൽ സിമിട്രി, ഇവിടെ സിമിട്രി ഇല്ല, അപ്പൊ ആ നിലയ്ക്ക് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ അടക്കുമോ, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ വന്നു. കൂടാതെ ഇടവകയുടെ അതിർത്തി എവിടെ വെച്ച് വേണം, എങ്ങനെയാകണം എന്ന ഭരണപരമായ ചർച്ചകളും അവിടെയുണ്ടായി. ഇവിടെ സഭാപിളർപ്പോ വിശ്വാസപരമായ തർക്കങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറയുകയാണ്. പുതിയ ഒരു ഇടവക രൂപീകരിക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമായിരുന്നു
ഇവിടെ ഉണ്ടായിരുന്നതാണ് രേഖകൾ കാണുന്നത്. അതായത് നമ്മൾ ആ മ്യൂസിയത്തിൽ പോയപ്പോൾ കണ്ട രേഖകൾ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അത് വലിയ പ്രശ്നമാണ് എന്ന് ചിന്തിക്കേണ്ട. അത് ഏതൊരു പുതിയ ഇടവകയിലും ആ ഒരു കാര്യം ഉണ്ടാകും. ഈ ദേവാലയം മലങ്കര സഭയുടെ വിവിധ ചരിത്ര സംഭവങ്ങൾക്കാണ് സാക്ഷ്യം നൽകിയത്. വിശുദ്ധ വട്ടശ്ശേരിയിൽ ദിവന്നാസ്യോസ്, ബസലിയോസ് പൗലോസ് പ്രഥമൻ, ബസേലിയസ് ഗീവർഗിസ് പ്രഥമൻ തുടങ്ങിയ സഭാപിതാക്കന്മാരുടെ സന്ദർശനങ്ങളും അനുഗ്രഹങ്ങളും ഈ ഇടവകയ്ക്ക് അനുഗ്രഹമായിട്ടുണ്ട്. 1926 കാതോലിക്കേറ്റ് സ്ഥാപിതമായതിനു ശേഷമാണ് സഭയുടെ ആത്മീയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഈ പള്ളി സജീവമായ പങ്കുവഹിച്ചത്. ഈ 1926 പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. വിശ്വാസപരമായ പ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസവും ജീവകാരുണ്യവും യുവജന വനിതാ സംഘടനകൾ, സൺഡേ സ്കൂൾ എന്നിവയിലൂടെ സമൂഹ നന്മയ്ക്കും ഈ ദേവാലയം ഒത്തിരി സംഭാവന നൽകിയിരുന്നു. ഇന്ന് ഈ ദേവാലയം ആത്മീയതയുടെയും ചരിത്രത്തിന്റെയും വിശ്വാസ പാരമ്പര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. എല്ലാ വർഷവും മാർ യോഹന്നാൻ മംതാനയുടെ പെരുന്നാൾ ഭക്ത്യാദരപൂർവം അവിടെ ആഘോഷിക്കപ്പെടുന്നു. അത് ആ കരയുടെ, ആ പ്രദേശത്തിന്റെ, ആ ദേശത്തിന്റെ ഉത്സവമായി തന്നെയാണ് അവർ ആഘോഷിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് വിശ്വാസികൾ തിരുനാളിൽ പങ്കെടുക്കുന്നു. അതായത് ഇവിടെയുള്ള ജനങ്ങൾ പകുതി പേരൊക്കെ വിദേശങ്ങളിൽ തന്നെയാണ്. 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷം മലങ്കര സഭയിലുണ്ടായ പ്രതിസന്ധികളിൽ ഈ ഇടവക മലങ്കര സഭയോടുകൂടി ചേർന്ന് നിന്നു. വാകത്താനം മാർ യോഹന്നാൻ മംതാന ഓർത്തഡോക്സ് പള്ളി വർഷങ്ങളുടെ ക്രമത്തിൽ ഞാൻ പറയുകയാണ്. 1848 ജൂലൈ 22 അത് ഒരു ചരിത്രപ്രധാനമായ ദിവസം തന്നെയാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വാകത്താനം ദേവാലയത്തിന് ഭൂമി അനുവദിച്ചു. 1848 ഇടവം 8 മലയാള മാസമാണ്. ഫിലിപ്പോസ് മാർ ദിവന്നാസ്യോസ് പള്ളിയുടെ ശിലാസ്ഥാപനവും അനുഗ്രഹവും, അതായത് ബ്ലെസ്സിങ്ങും നിർവഹിച്ചു. 1849 ധനു 28 പുതുതായി പണിത ദേവാലയത്തിൽ ആദ്യമായി പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. 1850 മകരം യോഹന്നാൻ, അതായത് യാക്കോബ് മാർ കുറിലോസ് പള്ളിയുടെ കൂദാശ നിർവഹിച്ചു. 1879 കോട്ടയം ഭദ്രാസനത്തിന്റെ പ്രധാന മെത്രാപ്പോലിത്തയായ പൗലോസ് മാർ അത്താനാസ്യോസ് ദേവാലയം സന്ദർശിച്ചു. 1892 പരിമല തിരുമേനി മാർ ഗ്രിഗോറിയസ് വാകത്താനം ദേവാലയം സന്ദർശിച്ച് പരിശുദ്ധ ബലി അർപ്പിച്ചു. അന്നാണ് യോഹന്നാന്റെ പേരിൽ ആ പള്ളി സമർപ്പിക്കുന്നത്. അതായത് മാർ യോഹന്നാൻ മംതാനയുടെ നാമത്തിൽ ആ പള്ളി അറിയപ്പെടുന്നത് അതോടെയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുരാതന ഇടവകകളിൽ ഒന്നായി. പരിശുദ്ധ പരിമല തിരുമേനി പലതവണ ഈ ദേവാലയം സന്ദർശിച്ചതായി ഞാൻ പറഞ്ഞു, ചരിത്രരേഖകളുണ്ട്. 1897 ഏപ്രിൽ 20 പരിശുദ്ധ പരിമല തിരുമേനി വാകത്താനം വലിയ പള്ളിയിൽ നൽകിയ കൽപ്പനകൾ ഇന്നും ചരിത്രരേഖയായി അവിടെ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1902 പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിങ്കൽ വാകത്താനം ഇടവകയുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന വിവരവും ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1926 കാതോലിക്കേറ്റ് സ്ഥാപിതമായത് ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും ഈ മ്യൂസിയത്തിലുണ്ട്. മലങ്കര സഭയുടെ പ്രധാന ചരിത്ര സംഭവങ്ങളായ 1653 കൂനൻകുരി സത്യം, തുടർന്ന് സഭയുടെ വളർച്ച, കാതോലിക്കേറ്റ് സ്ഥാപനം ഇവയും ഉണ്ട്. കൂടാതെ ഇത് തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യം തുടരുന്ന റൂട്ട് മാപ്പും ഉണ്ട്. റൂട്ട് മാപ്പല്ല ഞാൻ മെയിൻ ചെയ്തത്, ട്രീ. പരിശുദ്ധ പരിമല തിരുമേനിയുള്ള ബന്ധവും അതിൽ കാണിക്കുന്നു. 1897 ഏപ്രിൽ 20 പരിശുദ്ധ
പരിമല തിരുമേനി വാകത്താനം വലിയ പള്ളിക്ക് നൽകിയ ചരിത്രപ്രസിദ്ധമായ കൽപ്പനകൾ, അത് പ്രധാനമായത് ഞാൻ പറയാം. ഒന്ന്, എംപെരിയോറിന്റെ യോഹന്നാൻ കത്തനാർ. 2, പുത്തമ്പരയ്ക്കൽ മത്തായി കത്തനാർ. 3, പള്ളിയുമായി ബന്ധപ്പെട്ട ഭരണക്രമങ്ങൾ. ഈ രേഖയുടെ പകർപ്പ് ഇപ്പോൾ ദേവലോകം കാതോലിക്കറ്റ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1926 ഫെബ്രുവരി 16 മലങ്കര സഭയിൽ കാതോലിക്കറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ വാകത്താനം ഇടവക അതിനെ പിന്തുണച്ച ഇടവകകളിൽ ഒന്നായിരുന്നു. പഴയ ദേവാലയം, ഈ പഴയ ദേവാലയം എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ഞാൻ ഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. പഴയ ദേവാലയം കേരളത്തിന്റെ പരമ്പരാഗത മരപ്പണിയും ഓടിട്ട മേൽക്കൂരയും ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത്. കൽക്കട്ടായിരുന്നു. പിന്നീട് ആവശ്യാനുസരണം നവീകരണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആ പഴയ പള്ളിയുടെ ചിത്രം ഇന്ന് പുതിയ പള്ളിയുടെ ഒരു ഭാഗത്ത് അത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോയും ഞാൻ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇല്ലേ അവിടെ സിമിട്രി, ആ സിമിറ്ററിയിൽ ഞങ്ങൾ അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അത് ഇവിടുത്തെ ഇടപാടുകൾക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അകലെ നിന്ന് ഫോട്ടോ എടുത്താണ് വീഡിയോ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ പ്രവേശിക്കാനായില്ല. അവിടുത്തെ ഈ പള്ളിയുടെ അകത്തുള്ള അരയന്ന വിളക്കുണ്ട്, പുരാതനമായ അരയന്ന വിളക്ക് അഭ്യസിച്ചിട്ടിൽ കാണാൻ. അതിൻ്റെ അൽത്താര വെളിപ്പാണ്, അത് മന്ദാശയിൽ അർത്ഥം ചെയ്യുന്നതാണ് അതിൽ കാണുന്നത്. കൂടാതെ അതിന് മുമ്പിലുള്ള കൽക്കുരിശ്, ഈ കൽക്കുരിശിനെ പറ്റിയെല്ലാം വിശദമായി മറ്റൊരു വീഡിയോയിൽ കാണാം.
ഈ മണികൾ ശ്രദ്ധിച്ചോ? 7 മണികൾ. അല്ലാതെ തന്നെ ആ പള്ളിക്ക് മണിമാളികയുണ്ട്, മണിയുണ്ട്. പക്ഷെ ഈ 7 മണികൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഈ കാണുന്ന അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. അതൊരു സ്റ്റൈലിൽ ഇട്ടേക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് അർത്ഥങ്ങളുണ്ട്. പള്ളിയുടെ മുൻഭാഗത്തെ മുഖപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന 7 മണികൾ 7 ആരാധന സമയങ്ങളെയാണ്. പ്രധാന പെരുന്നാൾ ദിവസങ്ങളിലും അവ ആരാധന സമയങ്ങളിലും അവ മുഴങ്ങുന്നു. അതായത് ആ ആരാധന, ആ 7 ആരാധനയും ഓരോ ആരാധനയ്ക്കും പ്രത്യേകം പ്രത്യേകം ബെല്ലടിക്കണമെന്നാണ് പറയുന്നത്. അവിടുത്തെ കപ്പ്യാര് അത് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. ഈ സഭയുടെ പ്രാർത്ഥനയിലേക്കുള്ള വിളിയുടെയും ആത്മീയ ഐക്യത്തിന്റെയും പ്രതീകമായാണ് ഈ 7 മണികൾ. 7 കാനോനിക്കൽ പ്രാർത്ഥനാ സമയങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പള്ളി ഔദ്യോഗികമായി പറയുന്ന രേഖ അവിടെ ഞാൻ കണ്ടില്ല. ആയതിനാൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന 7 മണികളെ, 7 സമയങ്ങളെ ഞാൻ നിങ്ങൾക്കായി നൽകുകയാണ്. ഒരുപക്ഷെ അവിടെയുള്ള ആ പള്ളിയിൽ വരുന്നവർക്ക് ആർക്കും തന്നെ അതിനെപ്പറ്റി അറിയുമോ എന്നറിയില്ല. അറിയാത്തവർ അറിയട്ടെ. അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഓറിയന്റൽ ഓർത്തഡോക്സ്, മലങ്കര ഓർത്തഡോക്സ് പാരമ്പര്യമായി പാലിക്കുന്ന 7 കാനോനിക്കൽ പ്രാർത്ഥനാ സമയങ്ങളുണ്ട്. ദാറ്റ് ഈസ് 7 കാനോനിക്കൽ അവേഴ്സ് എന്ന് പറയുക. ആ 7 കാനോനിക്കൽ അവേഴ്സ് നിങ്ങൾക്കായി തരികയാണ്. ഫസ്റ്റ് റംഷോ എന്ന് പറയും, അതായത് സായാഹ്ന പ്രാർത്ഥന, സൺസെറ്റ് ഈവനിങ് പ്രയർ. ഞാൻ മുമ്പൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാസമയങ്ങളിലാണ് ദിവസം ആരംഭിക്കുന്നതെന്ന്. അതായത് സന്ധ്യയായി ഉഷസായി. എൻ്റെ പല വീഡിയോകളും തമ്മിൽ പരസ്പരം ലിങ്കിങ് ഉള്ളതാണ്. അത് ഓരോന്ന് കാണുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. ഒരെണ്ണത്തിൽ തന്നെ പൂർണ്ണമായി നൽകാനാവില്ലല്ലോ. അതിൻ്റെ കംപ്ലീഷൻ ആണ് ഇത്. അപ്പൊ ആദ്യത്തത് റംഷോ, സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥന. 2 സൂത്രോ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. അതായത് സന്ധ്യാസമയം കഴിഞ്ഞ് അല്പം കൂടി കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പുള്ളത്, ബിഫോർ സ്ലീപ്പ് അല്ലെങ്കിൽ കംപ്ലൈൻ. 3-മത് ലിലിയോ, അതായത് അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന, മിഡ് നൈറ്റ് പ്രാർത്ഥന. ഈ സന്ധ്യാസമയത്തിന്റെ രാത്രി സമയത്ത് ആരോടും ബെല്ലൊന്നും അടിക്കില്ല, പക്ഷെ അത് പ്രതീകങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 സപ്രോ, പ്രഭാത പ്രാർത്ഥന, അതായത് മോർണിംഗ്. സന്ധ്യ കഴിഞ്ഞു, രാത്രി കഴിഞ്ഞു, വീണ്ടും വെളുപ്പിനായി, സന്ധ്യയായി ഉഷസ്സായി എന്ന് പറയുന്നത്. 5-മത്തെ തൃതീയ സമയം, അതായത് തേർഡ് അവർ എന്ന് പറയും. രാവിലെ ഏകദേശം 9 മണി. ഈ തൃതീയ സമയം, ഈ തേർഡ് അവർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടു? ബൈബിളിൽ പറയുന്നു 3-ാം മണിക്കൂറായിരുന്നു, 6-ാം മണിക്കൂറായിരുന്നു, 9-ാം മണിക്കൂറായിരുന്നു. ഈ മണിക്കൂർ നിങ്ങൾ അറിയുക ഇതാണെന്ന്. തൃതീയ സമയം, തേർഡ് അവർ, രാവിലെ ഏകദേശം 9 മണി. നിങ്ങൾ വിചാരിക്കും 3 മണിയെന്ന്. 3 മണിയല്ല, 9 മണിയാണ്. ഇനി ഷഷ്ട സമയം, ദാറ്റ് ഈസ് 6th അവർ, അതായത് ഷത്തോഷായിൻ എന്നാ പറയുക, ഉച്ചയ്ക്ക് 12 മണി. 7-മത്തത് നവസമയം, അതായത് 9th അവർ. ഈ 9th അവറിലാണ് ക്രിസ്തു കുരിശിൽ കിടന്ന് മരിക്കുന്നത്. അപ്പൊ പലരും വിചാരിക്കും, ആ വെളുപ്പിന് 9 മണിക്കാണ് അല്ലെങ്കിൽ രാവിലെ 9 മണിക്കാണ് മരിച്ചതെന്ന് പറയും. അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. അതെന്താണ് 9 മണി എന്നുള്ളത്? 3 മണിയാണ്, വൈകുന്നേരം 3 മണിയാണ് നവമ സമയം അല്ലെങ്കിൽ 9th അവർ. ഈ സമയങ്ങൾ ഷെഹിമോ എന്ന പ്രാർത്ഥനാ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് നിങ്ങൾക്കായി നൽകുന്നത്. പള്ളിയുടെ മുൻവശത്തുള്ള ഈ 7 മണികൾ ആരാധനയിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കുന്നതിന്റെ പ്രതീകമാണ്. അതറിയാതെ പോകുന്ന ഒത്തിരി സഭാമക്കളുണ്ട്, ദൈവജനമുണ്ട്. അദ്ദേഹം പറഞ്ഞില്ലേ അതൊരു സ്റ്റൈലിനാണെന്ന്. എന്ന സ്റ്റൈലിനല്ല എന്ന് നിങ്ങൾ കരുതുക. ഇത്രയും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. ഞങ്ങൾ ബൈ പറയുകയാണ്. അതിൻ്റെ അൾത്താര അതിൽ കാണാം. അതിൽ മദ്ബഹയിൽ കർട്ടൻ ഇട്ടിരിക്കുന്നതാണ് അതിൽ കാണുന്നത്. കൂടാതെ അതിന് മുമ്പിലുള്ള കൽക്കുരിശ്,
ഈ കൽക്കുരിശിനെ പറ്റിയൊക്കെ ഞാൻ വിശദമായി മറ്റൊരു വീഡിയോയിൽ തരാം. ഈ ചരിത്രങ്ങളിലൂടെ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഇനിയും ഉപകാരപ്രദമായെന്ന് കാണാം. തോന്നിയാൽ ഏവർക്കും മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ നമസ്കാരം. ചെയ്യാൻ മറക്കില്ലല്ലോ. എവരെയും ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള വീഡിയോകൾ മറ്റൊരുമായി ലഭിക്കുവാനായി വീണ്ടും നമുക്ക് സബ്സ്ക്രൈബ് കാണുന്നത് വരെ ചെയ്തിട്ടില്ല എങ്കിൽ താങ്ക് യു. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.